ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ പാർട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ എന്നാൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/4 കിലോ അഥവാ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇനി ഒരു ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ചേർക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ നീരും കൂടെ തന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ചിക്കൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ചിക്കന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഒന്നൊക്കെ ചെറിയ മിക്സിന് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതിയാകും. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പൊടിഞ്ഞിട്ട് പോകരുത്. ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ ഒരു സെയിം ഓയിലിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഇതും കൂടെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കുക. ഒത്തിരി വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറിയിട്ട് വരട്ടെ. ഇനി ഒരു സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിലയും അതുപോലെ വലിയൊരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ സവാളൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും മതിയാകും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ തന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാ പൊടികളും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പൊടികളുടെ ഒരു പച്ച ചുവന്ന് മാറിയിട്ട് വരട്ടെ. ഇത്രയും മതിയാകും. പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ആ ഒരു ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള കിഴങ്ങ് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാവുന്നേ ഉള്ളൂ. ഒത്തിരി കിഴങ്ങായിട്ട് പോകണ്ട. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വന്നാൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് സമൂസന് ഷീറ്റാണ് ആവശ്യമായിട്ടുള്ളത്. കടയിൽ നിന്ന് വാങ്ങിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയെടുത്താലും മതിയാകും. ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുക്കുക. എന്നിട്ട് 2 ആയിട്ടങ്ങ് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ പകുതി വെച്ചിട്ടങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഷീറ്റ് വെച്ചിട്ട് 2 സ്നാക്സ് വരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. രണ്ടും ഒരേ അളവിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതുപോലത്തെ കുറച്ച് മൈദൻ്റെ പേസ്റ്റും കൂടെ ആവശ്യമായിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അധികം ലൂസായിട്ട് പോകരുത്. ഈ ഒരു തിക്നെസ് വേണം കിട്ടാൻ. ഇനി ഇതിലേക്ക് ഇതുപോലത്തെ ഒരു സ്ലൈസ്ഡ് ചീസിന് 8 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതിയാകും. കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഫില്ലിങ് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് പോർഷൻ എടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈവച്ചിട്ട് നീളത്തിലങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പിൽ വേണം കിട്ടാനായിട്ട്. ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുക്കുക. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഷീറ്റ് എടുക്കുക. ഇതിലേക്ക് റോൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു മസാല വെച്ച് കൊടുക്കുക. ഇതുപോലെ 2 സൈഡും കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ടങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. നല്ല ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഏറ്റവും എൻഡിലായിട്ട് നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു മൈദൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ചാക്കി കൊടുക്കുക. എന്നിട്ടങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം വെച്ചിട്ടും ഇപ്പോൾ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടി കിട്ടിയാൽ മതിയാകും. ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടി വന്നാൽ മതിയാകും. ഇനി എല്ലതും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഇതുപോലെ വെച്ചെടുക്കുക, എന്നിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. ചീസ് ഇല്ലാതെയും ഉണ്ടാക്കിയെടുക്കുക. ചീസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ഇതിവിടെ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 14 ഷീറ്റ് വെച്ചിട്ട് 28 സ്നാക്സ് ആണ് കേട്ടോ ഈ ഒരു മസാല വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഒരു പകുതി അളവിൽ ഉണ്ടാക്കിയെടുത്താലും മതിയാകും. ഇനി ഒരു റോൾ എടുക്കുക, എന്നിട്ട് നേരത്തെ തിക്കായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മൈദൻ്റെ മിക്സിൽ 2 സൈഡും ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ 2 സൈഡും നല്ല പോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക, എന്നിട്ട് എല്ലാതും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസിന് പകരമായിട്ട് കോൺഫ്ലെക്സ് പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അതിലും ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇനി ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ സ്നാക്സും ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കരുത്, ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. സമൂസയൊക്കെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ തന്നെയാണ്, പക്ഷേ ഇത് 2 സൈഡും ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ട് വരും. പിന്നെ നല്ല കുറച്ച് അധിക സമയം നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ കുറച്ച് അധിക സമയം തന്നെ ക്രിസ്പി ആയിട്ട് ഉണ്ടാകും. ഇതുപോലെ ആയിട്ട് വന്നാൽ എണ്ണ കോരി മാറ്റാം. ഒട്ടും എണ്ണ കുടിക്കാത്തൊരു സ്നാക്സ് കൂടിയാണിത്. ഇനി എല്ലാതും ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. മൊത്തത്തിൽ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, ഒരു വെറൈറ്റി സ്നാക്സ് കൂടിയാണിത്. പിന്നെ ഉള്ളിലുള്ള മസാല എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കാറുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ ഏകദേശം ആ ഒരു സെയിം മസാല തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റും പിന്നെ സമൂസൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ ഒത്തിരി തണുത്ത് പോകാൻ വേണ്ടി നിൽക്കരുത്, നല്ല ക്രിസ്പിയോട് കൂടിയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ ഇതിൽ ഒത്തിരി കിഴങ്ങായിട്ട് പോവുകയും ചെയ്യരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്